ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ പഴയ പെയിൻറ്റ് പാത്രവും അതുപോലെ കുറച്ച് ചിരട്ടയും ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ടും അതുപോലെ വളരെ മനോഹരമുള്ള ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ളൊരു പെയിൻറ്റിൻ്റെ പാത്രം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ ഇവിടെ എടുക്കുന്നത്. ആദ്യം തന്നെ ഇതിനൊന്ന് ജസ്റ്റ് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ റെഡ് ഇനാമൽ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇനാമൽ പെയിൻറ്റിന് പകരം അക്രിലിക് പെയിൻ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഇനാമൽ പെയിൻ്റ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് എടുക്കുന്നുണ്ട്. പിന്നെ ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ കുറച്ച് തിളക്കം കിട്ടും, അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അത് കാണാൻ. അപ്പോൾ എന്തായാലും ഈ പെയിൻറ്റ് പാത്രം ഫുള്ളായിട്ടൊന്ന് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഞാനിത് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഞാനിപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടില്ല, അവിടെ വേറൊരു ഐഡിയ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദാ ഇപ്പം പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനാമൽ പെയിൻറ്റ് ആയതുകൊണ്ട് ഒരു ദിവസമൊക്കെ എടുക്കും കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ. ഇനി ഈ പെയിൻ്റ് അടിക്കാത്ത ഭാഗം ഞാൻ ജൂട്ട് ഉപയോഗിച്ചൊന്ന് ചുറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗം ജൂട്ട് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു അറ്റം നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ദാ ആ ഒരു ഭാഗം ചൂട്ട് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് ചിരട്ടകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിരട്ടകളുടെ പുറത്തുള്ള നാരുകളൊക്കെ ഒന്ന് ഉരച്ച് കളയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഉരച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ 2 എണ്ണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ആവശ്യമെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ചെയ്യേണ്ടത് ഇതുപോലെയുള്ളൊരു ഉരക്കല്ല് ഉപയോഗിച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാണ് ഈ ചിരട്ട ആക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ ആ ചിരട്ടകളൊക്കെ ഇതുപോലെ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ പെയിൻറ്റും പാത്രത്തുമ്മേ ഈ ചിരട്ടകളൊക്കെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ഒട്ടിയിരുന്നോളും. അപ്പോൾ എന്തായാലും പാത്രത്തുമ്മേ ഫുള്ളായിട്ടൊന്ന് ഈ ചിരട്ട സ്റ്റിക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ ഞാൻ ചിരട്ടൊക്കെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അതവിടെ ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ആ ചിരട്ടകൾക്ക് മാത്രം ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാനിവിടെ ഗോൾഡൻ കളറ് അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം പെയിൻ്റ് അടിച്ച് കൊടുത്തില്ലെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ജസ്റ്റ് ഒരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ആ ചിരട്ടയുടെ പീസുകൾക്കൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടിക്കോളും. ഇനാമൽ പെയിൻറ്റിനാണ് കുറച്ച് ടൈം എടുക്കുക. ഇതിന് അധികം ടൈം ആവശ്യമുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഫുള്ള് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ല കളർഫുള്ളായിട്ടും ഉണ്ട്. അടിപൊളി ഒരു ഫ്ലവർ പോട്ടും ഇതായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലോട്ട് ഒരു പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ പെയിൻറ്റിൻ്റെ പാത്രത്തിലേക്ക് പോട്ട് മിക്സ് നിറച്ചിട്ട് അതിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ക്ലൈംബിംഗ് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ജൂട്ടും അത് പടർന്ന് വന്നോളും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അങ്ങനെ നേരിട്ടൊരു പ്ലാന്റ്സ് പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അടിയിലൊരു ഹോള് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്നാൽ ആ വെള്ളം ഒലിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള പെയിൻറ്റ് പാത്രങ്ങളൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.